ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഓരോ ദിവസവും തുടങ്ങുന്നത് ഓരോ പ്രതീക്ഷകളിലൂടെ ആയിരിക്കില്ലേ. ഇന്നത്തെ ദിവസം നല്ലതായിരിക്കണേ, ഇന്നത്തെ ദിവസം ഒരു പ്രശ്നം ഉണ്ടാവരുത്, നല്ല രീതിയിൽ പോകണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കില്ലേ നമ്മൾ തുടങ്ങുക. ഞാനും എന്നും രാവിലെ എണീക്കുമ്പോഴും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിട്ട് ഇറങ്ങുക. ഇന്നത്തെ ദിവസം എന്തായിരിക്കും, എന്തായാലും നല്ല ദിവസമായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് സുന്ദരമായി ഞാൻ എൻ്റെ പണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ അടുപ്പൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ വെച്ചിട്ടോ, നമ്മുടെ ചോറിനുള്ള വെള്ളം. ഇനി നമുക്ക് അരിയൊക്കെ കഴുകിടണം. അതിന് മുന്നേ ഞാൻ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണ്. ഇന്ന് അത് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ച് വന്നതിന് ശേഷമാണ് ഇന്നൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് കേട്ടോ. വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇരുന്ന് കുടിക്കണം എന്നാണ് കേട്ടോ. ഇപ്പം ഞാനത് എപ്പോഴും ഇങ്ങനെ ഓർമ്മിച്ച് വെച്ച് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. നമ്മൾ നിന്ന് കുടിക്കരുതെന്നാണ് എല്ലാവരും ഇനിയെങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും ഇരുന്ന് വേണം കേട്ടോ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മെല്ലെ ഇരുന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ വേഗം തന്നെ അരി കഴുകിയിടേണ്ട പണിയിലേക്ക് പോയി കേട്ടോ. അപ്പം നമുക്ക് പിന്നെ ചോറിനെ പറ്റി ചിന്തിക്കേണ്ട, അത് അവിടെ കത്തിക്കോളും. വേഗം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തിളയ്ക്കുന്നുണ്ടോ എന്നൊക്കെ പോയി നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അത് വേഗം തന്നെ അരിയൊക്കെ കഴുകിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഇന്നത്തെ ദിവസമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാ വേഗം തന്നെ ചോറിനുള്ള അരിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ചോറും പിന്നെ കരിങ്ങാലി വെള്ളമൊക്കെ നമ്മൾ പുറത്തടുപ്പിൽ നിന്നാണ് കേട്ടോ വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഗ്യാസിൽ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെ ഇതുപോലെ അടുപ്പൊക്കെ കത്തിച്ച് ചോറൊക്കെ വെക്കുന്ന ആളുകളാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം വിറകൊക്കെ കിട്ടും, കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മുടെ ചേരിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് വേഗം ആയിക്കോളും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ വേഗം ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരെ പോയി നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കണം കേട്ടോ. അപ്പോൾ ഇന്നും ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചെറുപയർ കറിയാണെന്നാണ് കേട്ടോ മെനുവിലുള്ളത്. എന്താ അങ്ങനെ പറയാൻ കാരണം, എൻ്റെ ഇന്നലത്തെ വീഡിയോ കണ്ടവർ വിചാരിക്കും എന്താ ഇവിടെ എന്നും പുട്ടും ചെറുപയർ കറിയാണോ. ഇന്നലെ ചപ്പാത്തിയും ചെറുപയർ കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പുട്ടും ചെറുപയർ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പുട്ടുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ അല്ലേ. അധിക വീടുകളിലും എല്ലാ ദിവസവും രാവിലെ പുട്ടായിരിക്കും കേട്ടോ. ഇവിടെ ഏട്ടനും അച്ഛനും ഒക്കെ പുട്ട് കഴിഞ്ഞാൽ വേറെ എന്തോ ഉള്ളൂ കേട്ടോ. എനിക്ക് പുട്ട് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല, അമ്മയ്ക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ പുട്ടിൻ്റെ ഇതൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് റെഡി ആവട്ടെ. അപ്പോഴേക്ക് ചെറുപയർ കറീൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ചെറുപയറൊക്കെ നന്നാക്കി കഴുകി കുക്കറിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേഗം അത് വെക്കാമല്ലോ. ചെറുപയർ എന്താ വെക്കുന്നതെന്ന് വെച്ചാൽ ഇന്നലെ കടല വെള്ളത്തിലിടാൻ ഞങ്ങളോട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുപയറാകുമ്പം പൊതിർത്തിയിട്ടില്ലെങ്കിലും കുറച്ച് വിസിൽ അധികം അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി പെട്ടെന്നാവുമല്ലോ. അങ്ങനെ അതിലേക്ക് വേണ്ടിയിട്ട് തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുക്കറിൽ അങ്ങോട്ട് വിസിലടിക്കാൻ വെക്കും കേട്ടോ. പിന്നെ ആ സമയമാകുമ്പോൾ കുക്കർ നമ്മൾ നോക്കിയിട്ട് കൂന്ന് വിളിച്ചോളല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഓടിപ്പോയി നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതാ ഞാൻ ചെറുപയർ കറിയിലേക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ അടച്ച് വെച്ചിട്ട് ബാക്കി പണിയിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ, മുളക് പൊടി ഇടുന്നുണ്ട് തോന്നിട്ട്, അതും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ കുക്കർ അടച്ച് വെക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് കഴിഞ്ഞാൽ വിസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അരവും കലക്കി വെച്ച് വറവിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെറുപയർ കടിയും പെട്ടെന്ന് റെഡി ആവും കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ പുട്ടിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പുട്ടിൻ്റെ പൊടി അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ നമുക്കിതാ പുട്ടും കുറ്റി വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പുട്ട് ചുറ്റി എടുക്കണം ഗൈസ്. പിന്നെ തള്ളി മറിക്കണം. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ ഗൈസ്? ഞാൻ എപ്പോഴും ചിന്തിക്കട്ടോ, ഇത് എന്തിനായിരിക്കും അമ്മ ഇങ്ങനെ ഇതാ ഒരു തുണി ചുറ്റി വെച്ചതെന്ന്. പിന്നെ ഞാൻ ഈ പുട്ട് ചുടുമ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്, സൈഡിലൂടെയൊക്കെ ആവി പോകുന്നതിനാണ് ഇങ്ങനെ തുണി ചുറ്റുന്നതെന്ന്. ഈ തുണി എപ്പോഴും ഇവിടെ കാണാണ്ടാവട്ടെ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴുകി മാറ്റി കൊടുക്കുന്നതാണ്. അങ്ങനെ അതാ ഞാൻ വേഗം ഇനി തേങ്ങ രാവുന്ന പരിപാടിയിലേക്കാണ് കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ ഉണ്ടല്ലോ തേങ്ങ രാവാൻ അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല, ഞാൻ ട്രൈയും ചെയ്യാറുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ എത്തിയവരെ പിന്നെ ഇവിടെ കുറച്ച് അരവൊക്കെ അധികം അരയ്ക്കേണ്ടതുകൊണ്ട് ഞാൻ തേങ്ങയൊക്കെ രാവി നന്നായിട്ട് പഠിച്ചത് ഇവിടെ എത്തിയതാണ് കേട്ടോ. അപ്പം നമ്മൾ പുട്ടിനുള്ളത് ആ തേങ്ങയൊക്കെ രാവുന്നുണ്ട് കേട്ടോ. എപ്പോഴും എൻ്റെ കൈക്ക് കൊള്ളും ഗൈസ്. നിങ്ങളിങ്ങനെയാണോ തേങ്ങ രാവുമ്പോൾ കൈക്ക് കൊള്ളുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാനിങ്ങനെ ഓരോ വീഡിയോസിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട എന്ന് പറയുന്നത് ചില ആളുകളൊക്കെ എന്നെ കളിയാക്കും കേട്ടോ. എനിക്കതൊരു ശീലമായി പോയി ഗൈസ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാലോ. അപ്പോഴേക്കും നമ്മുടെ കുക്കർ അത് അവിടെ നിന്ന് കൂന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കർ ഒന്ന് സിമ്മിലിട്ടിട്ട് പറഞ്ഞിട്ട് ആയിട്ടില്ല, ഒന്നും കൂടെ കുറച്ചധികം നേരം നീ കൂന്ന് വിളിച്ചോ കേട്ടോ. അപ്പോഴേക്കും ഞാൻ പുട്ടിനുള്ള കാര്യങ്ങളൊക്കെ അതാ പുട്ടും കുറ്റിയിലേക്ക് നിറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് കൈകൊണ്ട് തന്നെയാണോ നിറയ്ക്കുക? ചില ആളുകളൊക്കെ ഞാൻ വീഡിയോയിൽ കാണാറുണ്ട് സ്പൂണും കരണ്ടിയൊക്കെ വെച്ചിട്ട്. പക്ഷേ എനിക്ക് കൈകൊണ്ട് നിറച്ചാലേ എൻ്റെ ഒരു തൃപ്തിയാവുള്ളൂ, അതിൻ്റെ ഒരു കണക്കാവുള്ളൂ കേട്ടോ. അങ്ങനെ അതാ നമ്മൾ പുട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കണം കേട്ടോ. അപ്പം ഞങ്ങളിവിടെ പണി എളുപ്പമാക്കാൻ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ഏകദേശം ഒരു 11 മണി 10:30 ഉള്ളിൽ ഞങ്ങളെ പണികളൊക്കെ വേഗം തീർക്കും കേട്ടോ. കാരണം ഞാനും അമ്മയും അത്യാവശ്യം സ്പീഡിൽ ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ ഇതാ പുട്ടിന് ആവിയൊക്കെ വന്നു. ഇതിന് വിസിൽ എന്നാണ് ഞാൻ പറയാൻ പോയത് കേട്ടോ. എന്തായാലും ആവിയൊക്കെ വന്നിട്ട് ഇതാ നമ്മൾ പുട്ടിൻ്റെ കുറ്റി ഒക്കെ എടുത്തിട്ട് പുട്ടൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത കുറ്റിയും കൂടെ നിറയ്ക്കണം കേട്ടോ. അപ്പോഴേക്ക് ഞാൻ കഥ പറയാം ഗൈസ്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ പണി എളുപ്പമാക്കാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ചോറും ചായയും ഒരുമിച്ച് അങ്ങോട്ട് ഉണ്ടാക്കും കേട്ടോ. ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒരുമിച്ച് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ
പണികളൊക്കെ പെട്ടെന്ന് തീരുന്നതാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. അതുകൊണ്ട് തന്നെ വലിയ മടുപ്പൊന്നുമില്ലാണ്ട് നമ്മളെ പണി ഷടപടയെന്ന് കഴിയും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം പോയി നോക്കിയപ്പോൾ നമ്മുടെ അരി അവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ കാര്യം നോക്കണ്ട, ഇടയ്ക്ക് പോയി ഒന്ന് കത്തിച്ച് നോക്കിയാൽ മതി. അപ്പോഴേക്കും ഞാനിതാ ഉപ്പേരിക്കുള്ള സംഭവങ്ങളൊക്കെ വേഗം അരിയാന്ന് വിചാരിച്ചിട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആവി അവിടെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോഴേക്കും നമുക്ക് വേഗം അരിയണം. അപ്പോൾ ഇതാ കോവയ്ക്കും ക്യാരറ്റുമാണ് നമ്മളിന്ന് ഉപ്പേരിക്ക് കേട്ടോ. ഈ ചോപ്പറിലാണ് കേട്ടോ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കിതിൽ ഭയങ്കര സിമ്പിളായിട്ട് ഈസി ആയിട്ട് വേഗം ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ട് ഞാൻ എല്ലാ ഉപ്പേരിക്കുള്ള സാധനങ്ങൾ ഇതിലാണ് കേട്ടോ അരിയുക. അപ്പോഴേക്ക് നമ്മുടെ ആവിയൊക്കെ വന്ന് ആ കുറ്റിയും ഞാൻ കുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കുറ്റിയും കൂടെ നിറയ്ക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പുട്ട് ഇഷ്ടമാണോ ഗൈസ്? എനിക്കിങ്ങനെ ഡെയിലി അധികം പുട്ട് കഴിച്ച് പുട്ടിനോട് ഇപ്പോൾ എനിക്ക് ചെറിയ ദേഷ്യമൊക്കെ ആണ് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാൻ, എളുപ്പം അതാണ്, പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം പുട്ടാണ്. പിന്നെ നമ്മൾ ദോശ ഇഡ്ഡലിയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്, അതും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നമ്മളെ ഭരത് മോൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. ഞാനും പണ്ട് അങ്ങനെയായിരുന്നു, എനിക്ക് ഇഡ്ഡലിയാണ്, ഇപ്പോഴും എനിക്ക് ഇഡ്ഡലിയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. അപ്പം നമ്മളത് അവസാനത്തെ പുട്ടിൻ്റെ കുച്ചിയും കൂടെ നിറച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഏട്ടന് ചായക്കുള്ള നല്ല വിളി വന്നു. അപ്പം നല്ലൊരു അടിപൊളി പാൽ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അവിടെ ഇരുന്ന് കുടിച്ചാന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചതാണ്, അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ അത് ഏട്ടനുള്ള ചായയൊക്കെ കൊണ്ട് കൊടുത്തു വന്ന് ഇനി ഞാൻ അടുത്ത പണിയിലേക്ക് നടക്കുകയാണ്. അപ്പോഴേക്കും എൻ്റെ ആവി ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ അടുത്ത കുറ്റിയും കുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പുട്ടിൻ്റെ പരിപാടി ഇവിടെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ ഉപ്പേരി കരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരിൻ്റെ അരിയലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുപയർ കറി ഒന്ന് അരവൊക്കെ ഇട്ടിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അരച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് വറവ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയർ കറിയും റെഡി ആയി കേട്ടോ. പുട്ടും ചെറുപയറാണോ അതോ പുട്ടും കടലയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, എനിക്ക് എന്തായാലും കുഴപ്പമില്ല. എന്നാലും പുട്ടിനോട് ഇപ്പോൾ എനിക്ക് വിരോധമായതുകൊണ്ട് പുട്ടിൻ്റെ കൂടെ എന്ത് കൂട്ടിയാലും കണക്കാണ് കേട്ടോ. ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കില്ല ഗൈസ്. അങ്ങനെ ഞാൻ പാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവ് ചെയ്യണം കേട്ടോ. അപ്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ടിട്ട് അതിലേക്ക് വറ്റൽമുളകും കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വറവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുട്ടിൻ്റെ കറി ഇവിടെ റെഡി ആവും കേട്ടോ. ചെറുപയർ കറി നിങ്ങൾ എങ്ങനെ ചെറുപയർ കറി വെക്കാന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാ നമ്മളെല്ലാം കൂടി എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അത് അങ്ങോട്ട് വറവൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയർ കറി റെഡി. ഇനി ഇതേ അടുപ്പത്തിലേക്ക് തന്നെ ഇതേ പാത്രത്തിൽ തന്നെ വേഗം ഉപ്പേരിക്കുള്ളതും കൂടെ ആക്കി കഴിഞ്ഞാൽ അതും അങ്ങോട്ട് കഴിയും കേട്ടോ. അങ്ങനെ ചെറുപയർ കറീനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ കുക്കറിൽ തന്നെ എനിക്ക് ഉച്ചക്കത്തേക്കുള്ള പച്ചക്കറിയും കൂടെ വേവിക്കണം കേട്ടോ. ഇത് പിന്നെ കഴുകേണ്ട ആവശ്യമില്ലല്ലോ, പച്ചക്കറീൻ്റെ തന്നെ ആയതുകൊണ്ട്. അപ്പോൾ തന്നെ ഞാൻ അതേ ഇതിൽ തന്നെ വേഗം ഉപ്പേരിക്ക് അരിഞ്ഞിട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്, നമ്മളെ പണിയൊക്കെ എളുപ്പത്തിൽ തീർക്കാമെന്ന്. കാരണം ഇപ്പോൾ കണ്ടോ വറവിട്ടതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചതുകൊണ്ടല്ലേ ഉപ്പേരിക്ക് ഇടാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ നമ്മൾ ഗ്യാസൊക്കെ ഓഫാക്കി അരിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയൊക്കെ പിന്നെയും ചെയ്യേണ്ട. ഇതാകുമ്പം നമ്മൾ വറവിട്ടതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പേരിയും കൂടെ അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം. അപ്പം നമ്മൾ ഒരു പണി പെട്ടെന്ന് അങ്ങോട്ട് കഴിയും കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാറ്. അങ്ങനെ അതാ ഉപ്പേരിക്കൊക്കെ ഇളക്കിയിട്ട് നന്നായിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ സിമ്മിലിട്ട് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് വേവ് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇനി ഉച്ചക്കത്തേക്കുള്ള പച്ചക്കറീൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള വലിയൊരു ചടങ്ങുണ്ട് കേട്ടോ. അച്ഛനും അമ്മയൊക്കെ വേറെ ഓരോ പണികളിലായതുകൊണ്ടാണ് കേട്ടോ എനിക്ക് കിച്ചൺ ഡ്യൂട്ടി കിട്ടിയത്. ഇല്ലെങ്കിൽ അമ്മയും കൂടെ ഉണ്ടാവും കേട്ടോ എൻ്റെ കൂടെ. അങ്ങനെ ഒറ്റയ്ക്കൊന്നും ഞാൻ അങ്ങനെ കയറാറില്ല. എപ്പോഴെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഡ്യൂട്ടി അമ്മയ്ക്ക് ഉണ്ടെങ്കിലാണ് കേട്ടോ. അങ്ങനെ അതാ അതേ കുക്കറിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പച്ചക്കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ചേനയൊക്കെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിയ കഷ്ണാക്കി തന്നെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പരിപ്പും കൂടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടെ അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കുള്ള പച്ചക്കറീൻ്റെ ഡ്യൂട്ടിയും ശരിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിലേക്ക് ഞാനൊരു തക്കാളിയും പച്ചമുളകും കരിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളവും മഞ്ഞളും മുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമുക്ക് വേഗം തന്നെ കുക്കറും കൂടെ അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതും അങ്ങോട്ട് വിസിലടിച്ച് കൂന്ന് നമ്മളെ വിളിച്ചോളും. അപ്പോഴേക്കും എൻ്റെ ഉപ്പേരി ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗ്യാസൊക്കെ കത്തിച്ച് കുക്കറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തായിരുന്നു ചായക്ക് ഇന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഇങ്ങനെ നിങ്ങൾ ഇതുപോലെ ഈസി ആയിട്ട് പണി തീർക്കാൻ വേണ്ടിയിട്ട് ചായൻ്റെ കൂടെ തന്നെ ചോറിൻ്റെ പണികളും തീർക്കുന്ന ആളുകളാണോ? ഞങ്ങളെപ്പോലുള്ള ആളുകളാണെങ്കിൽ വേഗം നിങ്ങൾക്ക് കത്തൂല, ഞങ്ങൾ ചെയ്യും പോലെയാണ് ചെയ്യുന്നതെന്ന് തോന്നില്ലേ. അപ്പം നമ്മുടെ ഉപ്പേരി ഏകദേശം ഇവിടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് കോവക്ക ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. ഞാൻ ഇതിൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ. ഈ കോവക്കേൻ്റെ കൂടെ ക്യാരറ്റും കൂടെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം കോവക്ക മാത്രം ഇങ്ങനെ കുറച്ച് കനത്തിൽ അരിഞ്ഞെടുത്തിട്ട് ഉപ്പേരി വെച്ച് കഴിക്കാനാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് ഉപ്പേരി തന്നെയാണോ പറയുക? പലരും പല പേരുകളും മെഴുക്ക് വരട്ടിന്ന് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എനിക്കുള്ള പരിപാടി എന്ന് പറയുന്നത് ക്ലീനിങ് ആണ് കേട്ടോ ഗൈസ്. ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കഴിഞ്ഞ് ഇനി ബാക്കി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചതാണേ.
ഏതായാലും ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കൊരു സമാധാനമല്ലോ ഇവിടെ കാണുമ്പോൾ. നമ്മൾ ചെയ്ത സ്ഥലം അങ്ങനെ വൃത്തികേടായി കിടക്കാത്തത് കാണുമ്പോഴാണല്ലോ മനസ്സിനൊരു സുഖം അല്ലേ. അങ്ങനെ ഇതാ വേഗം അവിടെയൊക്കെ ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഉപ്പേരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രം എനിക്ക് കഴുകാലോ എന്ന് വിചാരിച്ച് ഞാൻ വേഗം ഉപ്പേരി ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനിടയിലൂടെ നമ്മുടെ ഭരത്മോൻ്റെ ഫുഡും കൂടെ റെഡിയാക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. അവന് പുട്ടും അങ്ങനെ സംഭവങ്ങളൊക്കെ കൊടുക്കുമെങ്കിലും അതൊക്കെ അവൻ കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അവൻ്റെ കുറുക്കായ അമൃതം പൊടീൻ്റെ കുറുക്കില്ലേ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്നത്, അതാണ് അവന് രാവിലെ മെയിനായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അതാണ് അവൻ്റെ മെയിൻ ഭക്ഷണം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവൻ കുറച്ച് കഴിച്ചിട്ട് അവിടെ ഇട്ട് പോകും കേട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾ കുപ്പിയിലാക്കി കൊടുക്കുന്നത് കൊണ്ട് തന്നെ വയറ് ഫില്ലാവും നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അവൻ്റെ പൊടി തീർന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിച്ച് അവൻ്റെ കുപ്പിയിലേക്ക് ഇട്ടിട്ട് ഇനി വേഗം അവനുള്ള കുറുക്കും കൂടെ റെഡിയാക്കണം കേട്ടോ. അമൃതംപൊടീൻ്റെ ഈ കുറുക്ക് അവന് അത്ര ഇഷ്ടമില്ലെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ ഇന്നും ഇത് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ അവൻ്റെ വയറ് ഫുള്ളായി കിടന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് പിന്നെ അവനിങ്ങനെ കളിച്ച് നടന്നോളൂ കേട്ടോ. അങ്ങനെ അതാ കുറുക്കും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓടിപ്പോയിട്ട് നമുക്ക് നല്ല പുട്ടും ചെറുപയറൊക്കെ കഴിക്കാം. അപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ ടേബിളിലേക്ക് പുട്ടും കറിയൊക്കെ കൊണ്ടുവച്ചു, പ്ലേറ്റൊക്കെ കൊണ്ടുവച്ച് ഇനി എല്ലാവരും കൂടി ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ടാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക? ഞങ്ങൾ അധികം എല്ലാവരും ഉള്ളപ്പം ഒരുമിച്ചിരുന്നാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാറ്. അപ്പം ഞാനും ഭരതമോനും അധികം സോഫയിലാണ് ഇരുന്ന് കഴിക്കുക. കാരണം അവന് ടേബിളിൻ്റെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ അതിൻ്റെ മുകളിൽ കയറി അതെല്ലാം അലക്കുലത്താക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനും ഭരതമോനും അധികം സോഫേൻ്റെ മുകളിൽ ഇരുന്ന് കളിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഗൈസ്, അവന് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതും വെച്ച് അവൻ കളിക്കും. നിങ്ങൾ കാണുന്നുണ്ടാവല്ലേ സൈഡിൽ അവൻ കളിക്കുന്നത്. അതിനുശേഷം ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പിന്നെ അടുക്കളയിൽ എത്തിട്ടോ. ഇനി നമുക്ക് ഈ മീനൊക്കെ മുറിക്കണം. പിന്നെ നിങ്ങൾ ആ പരന്ന് കിടക്കുന്ന കാണുന്ന എല്ലാ പാത്രങ്ങളും നമുക്ക് കഴുകണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മീനിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് വേഗം തന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ടോ. എന്നിട്ടേ മീനിലേക്ക് കിടക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ വേഗം തന്നെ പാത്രങ്ങളൊക്കെ കഴുകുകയാണ് കേട്ടോ. അമ്മയപ്പോൾ ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് എന്തായാലും ഞങ്ങളെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ. പിന്നെ അല്ലറ ചില്ലറ ക്ലീനിങ്ങുകൾ ഉണ്ടെങ്കിലേ ബാക്കി ഉണ്ടാവുള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ടൈമൊക്കെ മാനേജ് ചെയ്തിട്ട് വേഗം തന്നെ പണിയൊക്കെ തീർക്കുന്നത്. ഇങ്ങനെ ടൈമൊക്കെ മാനേജ് ചെയ്ത് പെട്ടെന്ന് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ മടുപ്പില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മളെ പണിയും തരും. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഫോണിൽ കളിച്ചിരിക്കാം. ഇതുപോലെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാം, യൂട്യൂബിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് മോനെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാനും അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബിനും എനിക്ക് വേണ്ട ഫോണിൽ കളിക്കാനും അങ്ങനെയൊക്കെയാണ് സമയം കണ്ടെത്തുന്നത് കേട്ടോ. ഞാനും അമ്മയും ഒരുപോലെ സ്പീഡിൽ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ പണിയൊക്കെ പെട്ടെന്ന് തീരുന്നത്. അങ്ങനെ ഇതാ ഏകദേശം അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി ക്ലീനിങ് ഒക്കെ മീനൊക്കെ മുറിച്ച് സെറ്റാക്കിയതിന് വെച്ചതിന് ശേഷമാണ് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഞാൻ പറഞ്ഞില്ലായിരുന്നു പച്ചക്കറി വെച്ചെന്ന്, അതും അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് അരവ് കലക്കിയതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പച്ചക്കറിയിലേക്ക് അരവൊക്കെ ഒഴിച്ച് നമുക്ക് വറവിട്ട് കഴിഞ്ഞാൽ പച്ചക്കറീൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചേനയും പരിപ്പും പച്ചക്കറി ഇഷ്ടമാണ് ഗൈസ്? എനിക്കിഷ്ടമാണ് കേട്ടോ. ഇതിൽ തൈരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വറവും കൂടെ ചെയ്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീനിൻ്റെ പരിപാടിയിലേക്ക് നോക്കണം കേട്ടോ. അപ്പോഴേക്കും അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ മീനൊക്കെ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി മീനിൻ്റെ പരിപാടികളൊക്കെ അമ്മയാണ് കേട്ടോ. അപ്പോഴേക്കും എനിക്ക് ബാക്കി ഭരത്തുമോനെ കുളിപ്പിക്കാനൊക്കെ പോകേണ്ടി വരുന്നു കേട്ടോ. മീൻകറിയൊക്കെ അമ്മ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വേറൊരു പാനിൽ വേഗം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയില്ല കേട്ടോ. അതൊക്കെ ഞാൻ എടുക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ചെമ്മീനും കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ അമ്മ ഇട്ടതാണ്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫ്രൈയും റെഡിയായി, കറിയും റെഡി ആയിട്ട് ഇനി നമുക്ക് കുറച്ച് മീൻ പൊരിക്കാനുണ്ടാവും. അപ്പോൾ ഒരു കോരയും കുറച്ച് കേര കറിയും കുറച്ച് കേര പൊരിക്കാനുമാണ് കേട്ടോ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പൊരിക്കാനുള്ള കേരയും കോരയും കൂടെ ഇട്ടിട്ട് പൊരിക്കാനും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഫുഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങൾക്കൊരു ഡീപ്പ് ക്ലീനിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഹെൽത്ത് ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടി അച്ഛൻ നല്ലൊരു അവിൽ മിൽക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കുടിച്ച് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചു. അപ്പോൾ വീണ്ടും കാണാം ഗൈസ്.